Hello dear students, this is Sonu from Mechanical Engineering Department. എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇനിയും കുറച്ചധികം ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. 31ന് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു സമയം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലാസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഒന്നുകൂടി പറയാം, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി ലാസ്റ്റ് കുറച്ച് ടോപ്പിക്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് പൗഡർ മെറ്റലർജി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് പൗഡർ മെറ്റലർജി? മീൻസ് നമുക്ക് മാനുഫാക്ചറിങ് ഫീൽഡിൽ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ് കാസ്റ്റിംഗ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്സിൽ നമ്മൾ ഡിസൈഡ് മെറ്റൽസ് അതിൻ്റെ മോൾട്ടൻ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അതിനൊരു മോൾഡിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നു. ദെൻ കൂൾ ഡൗൺ ചെയ്യിപ്പിക്കുമ്പോൾ ഫൈനലി ഈ മോൾഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ ഈ ഒരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ മെറ്റൽസിനെയും അതിൻ്റെ മോൾട്ടൻ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചില മെറ്റൽസിന് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടങ്സ്റ്റൺ, ടൈറ്റാനിയം പോലെയുള്ള മെറ്റൽസിനൊക്കെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ മോൾട്ടൻ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരു ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് പൗഡർ മെറ്റലർജിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിംപ്ലി എന്താണ് പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞാൽ, മെറ്റൽസിനെ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം അതിൻ്റെ പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ പൗഡർ ഫോമിലാക്കി മാറ്റിയിട്ടുള്ള പൗഡറിനെ, മെറ്റൽസിനെ ഒരു മോൾഡിനകത്തേക്ക് ഫില്ല് ചെയ്യുക. ദെൻ കോമ്പാക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് അതിനെ കംപ്രസ് ചെയ്യിക്കുന്നു. ഇങ്ങനെ കംപ്രസ് ചെയ്ത് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റിനെ നമ്മൾ ഒരു ഹീറ്റിംഗ് പ്രോസസ്സ്, അതിനെ പറയുന്ന പേരാണ് സിൻഡറിങ്. ഹീറ്റിംഗ് പ്രോസസ്സ് വഴി ഫൈനൽ പ്രോഡക്റ്റാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് പൗഡർ മെറ്റലർജി എന്ന് പറയുന്നുള്ള പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ് പറയുന്നത്: It is used for manufacturing products or articles from powdered metals by pressing them into a desired shape or form. അതിന് പറയുന്ന പേരാണ് കോമ്പാക്റ്റിംഗ്. ആൻഡ് ദെൻ ഹീറ്റിംഗ് ദ കംപ്രസ്ഡ് മെറ്റീരിയൽ ഇൻ എ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ടു ബോണ്ട് ദ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ആ ഹീറ്റിംഗ് പ്രോസസ്സിന് പറയുന്ന പേരാണ് സിൻഡറിങ്. ഓക്കെ, അപ്പോൾ ഈ കോമ്പാക്റ്റിങ്ങും സിൻഡറിങ്ങും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. നെക്സ്റ്റ്, ഈ പൗഡർ മെറ്റലർജി പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സിന് നമ്മൾ ഇതുപോലെ ഒരു 5 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആക്കി എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മെറ്റാലിക് പൗഡർ. നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട മെറ്റലിനെ അതിൻ്റെ പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ, മിക്സിംഗ് ഓർ ബ്ലെൻഡിങ്. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പൗഡർ ഫോമിലായി കിട്ടിയിട്ടുള്ള മെറ്റലിനെ ഒരു ലൂബ്രിക്കൻറ്റുമായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലോ പ്രോപ്പർട്ടീസൊക്കെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കുക തുടങ്ങിയ പർപ്പസിന് വേണ്ടിയിട്ടാണ് ബ്ലെൻഡിങ് ചെയ്യുന്നത്. ദെൻ ബ്ലെൻഡിങ് കഴിഞ്ഞാൽ കംപ്രസിങ് അല്ലെങ്കിൽ കോമ്പാക്റ്റിംഗ് എന്ന് പറയും. ആ ഒരു സ്റ്റേജാണ്. കോമ്പാക്റ്റിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള പൗഡറിനെ നമ്മളൊരു മോൾഡിനകത്തേക്ക് ഫില്ല് ചെയ്യും. ദെൻ ഒരു പഞ്ച് ആൻഡ് ഡൈ ഉപയോഗിച്ചിട്ട് അതിനെ കംപ്രസ് ചെയ്യിക്കും. കംപ്രസ് ചെയ്യുമ്പോൾ ഈ ലൂസായി കിടക്കുന്ന പൗഡറൊക്കെ തമ്മിലൊരു ടെമ്പററി ബോണ്ടിങ് വരും. ഓക്കെ, അതൊന്നും കൂടി അടുത്തടുത്ത് വരും, കോമ്പാക്റ്റായി വരും. ദെൻ ഇങ്ങനെ കോമ്പാക്റ്റായി കിട്ടുന്ന ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ കമ്പോണൻറ്റിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഗ്രീൻ കോമ്പാക്റ്റ്. ഓക്കെ, ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത് ഉണ്ടായിരിക്കുള്ളൂ. അതിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആയി പോകും. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ആവാതിരിക്കാൻ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഗ്രീൻ കോമ്പാക്റ്റിന് നമ്മളൊരു ഫർദർ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട്, സിൻഡറിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്ട്രെങ്ത് വീണ്ടും ഇൻക്രീസ് ചെയ്യിക്കും. സിൻഡറിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഗ്രീൻ കോമ്പാക്റ്റിന് ഒരു ഫർണസിൽ ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യും. ആ ഹീറ്റിംഗ് പ്രോസസ്സിന് പറയുന്ന പേരാണ് സിൻഡറിങ്.
ദെൻ ഹീറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്, ഒരിക്കലും മെൽറ്റിംഗ് പോയിന്റിലേക്ക് ഹീറ്റ് ചെയ്യുന്നില്ല. എത്രയാണോ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അതിൻ്റെ തൊട്ട് താഴെ വരെ ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ കോമ്പാക്റ്റുള്ള മെറ്റൽ പൗഡർ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ ഫൈനൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡറി പ്രോസസ്സാണ്. സെക്കൻഡറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ സിൻഡറിങ് കഴിഞ്ഞ് കിട്ടുന്ന പ്രോഡക്ട്സിൽ നമുക്ക് വേണമെങ്കിൽ ഫർദർ മെഷീനിങ് പ്രോസസ്സ് ചെയ്യാം. അതായത് അതിന് വേണമെങ്കിൽ ആക്യുറേറ്റ് സൈസിലേക്ക് കൊണ്ടുവരാം. അതല്ലെങ്കിൽ അതിൽ വേറെ ഡ്രില്ലിങ്, റീമിങ്, ത്രെഡിങ് അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സ് വേണമെങ്കിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ പോളിഷിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. മറ്റേതെങ്കിലും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇങ്ങനെ വരുന്ന പ്രോസസ്സുകളെയാണ് സെക്കൻഡറി പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ പൗഡർ മെറ്റലർജിയിൽ ഈ 5 സ്റ്റേജസ് ആണ് വരുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് മെറ്റാലിക് പൗഡർ, ദെൻ മിക്സിംഗ് ആൻഡ് ബ്ലെൻഡിങ്, ദെൻ കോമ്പാക്റ്റിംഗ്, സിൻഡറിങ് ആൻഡ് സെക്കൻഡറി ഓപ്പറേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി പ്രോസസ്സ്. അപ്പോൾ ഈ 5 സ്റ്റെപ്പ് ഓർത്തിരിക്കണം. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പൗഡർ മെറ്റലർജി എന്ന് ചോദിച്ചാൽ ഈ 5 എണ്ണമാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി ഈ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫസ്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ പൗഡർ. എങ്ങനെയാണ് മെറ്റൽസിനെ അതിൻ്റെ പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മളിവിടെ ഒരു 6 ഡിഫറെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് അറ്റോമൈസേഷൻ, കെമിക്കൽ റിഡക്ഷൻ, ഇലക്ട്രോലിറ്റിക് പ്രോസസ്, ക്രഷിംഗ്, മില്ലിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് മെറ്റൽ വേപ്പേഴ്സ്. ഓക്കെ, അതിലെ ഫസ്റ്റ് മെത്തേഡ് അറ്റോമൈസേഷൻ. അറ്റോമൈസേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു മെറ്റലിനെ പൗഡറാക്കി കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് വേണ്ട മെറ്റലിനെ അതിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആണ്. ഫോർ എക്സാമ്പിൾ ടിന്ന്, സിങ്ക്, ലെഡ്, അലുമിനിയം എക്സെട്ര. ഇതിനൊക്കെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ അതൊരു നോസിൽ വഴി നമ്മൾ എന്ത് ചെയ്യും, സ്പ്രേ ചെയ്യിക്കും. സ്പ്രേ ചെയ്യിക്കുമ്പോൾ ഈ സ്പ്രേ നമുക്കറിയാം ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണത് പുറത്തേക്ക് വരിക. ഇങ്ങനെ വരുന്ന ഫൈൻ ഡ്രോപ്ലെറ്റ്സിലേക്ക് നമ്മളൊരു ഗ്യാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡോ, ഫോർ എക്സാമ്പിൾ വാട്ടറോ പമ്പ് ചെയ്യിക്കും. അപ്പോൾ ഈ മെറ്റൽസിൻ്റെ ഡ്രോപ്ലെറ്റ്സ് പെട്ടെന്ന് കൂൾ ഡൗൺ ചെയ്ത് താഴെ നമുക്ക് മെറ്റൽ പൗഡറായിട്ട് അവൈലബിൾ ആവും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ വരയ്ക്കാൻ പഠിക്കണം. അതിൽ റെഡ് നിറത്തിൽ കാണുന്നതാണ് മോൾട്ടൺ മെറ്റൽ. അതിനെ ഈ മോൾട്ടൺ മെറ്റൽ ഒരു നോസിൽ വഴി താഴേക്ക് സ്പ്രേ ചെയ്യിക്കും. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു വാട്ടർ ജെറ്റ് കൂടി അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയി പുറത്തേക്ക് വരുന്ന മെറ്റൽസ് താഴെ എത്തുമ്പോഴേക്ക് ഫൈൻ മെറ്റൽ പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു ടെക്നിക്കിനെയാണ് അറ്റോമൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കെമിക്കൽ റിഡക്ഷൻ. കെമിക്കൽ റിഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം റിഡക്ഷൻ പ്രോസസ്സ്. മെറ്റൽസിൽ നിന്ന് ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, റിഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചിലപ്പോൾ മെറ്റൽസിൻ്റെ ഓക്സൈഡുകളാവും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള അയേൺ ഓക്സൈഡാണ്. അതിലേക്ക് ഒന്നെങ്കിൽ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ അയേൺ റെഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ്. കാർബൺ മോണോക്സൈഡ് അയേൺ ഓക്സൈഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൽ ഓക്സിജന് അത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ബാക്കി വരുന്നത് അവിടെ അയേൺ മാത്രമായിരിക്കും. അപ്പോൾ അയേണിൻ്റെ പൗഡർ നമുക്ക് അവൈലബിൾ ആവും. ഓക്കെ, ഇതേപോലെ തന്നെ കോപ്പർ ഓക്സൈഡ് ഹൈഡ്രജൻ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. കോപ്പർ ഓക്സൈഡ് പ്ലസ് H2 ഗിവ്സ് CO പ്ലസ് H2O. അതിൽ കോപ്പർ ഓക്സൈഡിന് ഓക്സിജന് ഹൈഡ്രജൻ എടുത്തിട്ട് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. ബാക്കി വരുന്നത് അവിടെ കോപ്പർ മാത്രമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കെമിക്കലി റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെറ്റൽസിൻ്റെ പൗഡറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ മറ്റൊരു ടെക്നിക്കാണ് ഇലക്ട്രോലിറ്റിക് പ്രോസസ്സ്. ഇലക്ട്രോലിറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. അതിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരിക്കും. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. ഒരു ആനോഡും ഉണ്ടായിരിക്കും, ഒരു കാഥോഡ്, then അതിലൊരു ഇലക്ട്രോലൈറ്റ്, ദെൻ ഇതിൽ ആനോഡായിട്ട് എടുക്കുന്നത്
നമുക്ക് ഏത് മെറ്റലാണോ പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അതാണ് ആനോഡായിട്ട് എടുക്കുന്നത്. ദെൻ മറ്റേതെങ്കിലും ഒരു മെറ്റൽ കാഥോഡായിട്ട് എടുക്കുക. ഇത് രണ്ടും കൂടി ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കുക. ദെൻ അതിനകത്തൂടി ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ആനോഡിലെ മെറ്റൽ അയോൺസ് അല്ലെങ്കിൽ മെറ്റൽ ആറ്റംസ് കാഥോഡിൽ വന്ന് ബൈൻഡ് ചെയ്ത് നിൽക്കും. ദെൻ ആ പ്രോസസ്സ് കഴിഞ്ഞാൽ കാഥോഡ് റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് ബോണ്ട് ചെയ്തിട്ടുള്ള ഈ മെറ്റൽ പാർട്ടിക്കിൾസിനെ സ്ക്രാപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ പൗഡർ കിട്ടും. ഓക്കെ, അതൊരു ടെക്നിക്കാണ്. ദെൻ ക്രഷിങ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. നമ്മുടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് 2 റോളേഴ്സ്. ആ റോളേഴ്സിൽ നമ്മൾ മെറ്റൽസിൻ്റെ വലിയ പീസസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ക്രഷ് ചെയ്ത് ഫൈൻ പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യിക്കും. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ക്രഷിങ്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രോസസ്സാണ് മില്ലിങ്. മില്ലിങ്ങിൽ ഒരു ലാർജ് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. ആ സിലിണ്ടറിനകത്ത് കുറേ സ്റ്റീൽ ബോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റീൽ ബോൾസ് അതിനകത്ത് റൊട്ടേറ്റ് ചെയ്യും. ദെൻ നമുക്ക് ആവശ്യമുള്ള മെറ്റൽ പീസസ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റീൽ ബോൾസ് എന്ത് ചെയ്യും, ഈ മെറ്റൽസിനെ ഫൈൻ പൗഡറായി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതിനെ പറയുന്ന പേര് മെക്കാനിക്കൽ പൾവറൈസേഷൻ എന്നാണ്. ഇതും ഒരു മെക്കാനിക്കൽ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ക്രഷിങ് ആൻഡ് മില്ലിങ് ഏകദേശം സെയിം പ്രോസസ്സ് തന്നെയാണ്. മെറ്റൽസിനെ പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും മെക്കാനിക്കലി. ദെൻ ലാസ്റ്റ് മെത്തേഡ് കണ്ടൻസേഷൻ ഓഫ് മെറ്റൽ വേപ്പേഴ്സ്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ലോ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റൽസ് തന്നെയാണ്. സിങ്ക്, കാഡ്മിയം, മഗ്നീഷ്യം എക്സെട്ര. ഇതിനൊക്കെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെറ്റൽസിനെ കണ്ടൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂൾ ഡൗൺ ചെയ്യിക്കുമ്പോൾ അത് ഫൈൻ പൗഡറായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് atomization, chemical reduction, electrolytic process, crushing, milling and condensation of metal vapors. Okay, atomization മെറ്റലിനെ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ സ്പ്രേ രൂപത്തിൽ സ്പ്രേ ചെയ്യിക്കുമ്പോൾ അത് വേറെ ഏതെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ച് അതിനെ ഫൈൻ പൗഡറായി കൺവേർട്ട് ചെയ്യുക. ദെൻ കെമിക്കൽ റിഡക്ഷനിൽ മെറ്റൽസിൻ്റെ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുക. ഏതെങ്കിലും കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട്. ദെൻ ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സ്, അതിലൊരു ആനോഡും ഒരു കാഥോഡും ഉണ്ടായിരിക്കും. ഒരു ഇലക്ട്രോലൈറ്റ്, അതിൽ ആനോഡ് മെറ്റൽ പാർട്ടിക്കിൾസ് കാഥോഡിൽ വന്ന് ബൈൻഡ് ചെയ്ത് നിൽക്കും. അത് നമുക്ക് സ്ക്രാപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ക്രഷിങ് അതേപോലെ തന്നെ മില്ലിങ്ങിൽ മെക്കാനിക്കലി ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അതിൽ മെറ്റൽസിനെ നമുക്ക് ഫൈൻ പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് കണ്ടൻസേഷൻ ഓഫ് മെറ്റൽ വേപ്പേഴ്സ്. മെറ്റൽസിനെ മോൾട്ടൺ ഹീറ്റ് ചെയ്തുകൊണ്ട് വേപ്പറാക്കി കൺവേർട്ട് ചെയ്യുക. ദെൻ ആ വേപ്പറിനെ കണ്ടൻസ് ചെയ്ത് ഫൈൻ പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് മെറ്റാലിക് പൗഡേഴ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പ്രോസസ്സാണ് മിക്സിംഗ് ഓർ ബ്ലെൻഡിങ് ഓഫ് മെറ്റാലിക് പൗഡേഴ്സ്. ഇങ്ങനെ പൗഡർ ഫോമിൽ കിട്ടിയിട്ടുള്ള മെറ്റൽസിന് നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ഓർ മിക്സിങ്. അതായത് ഈ പൗഡറിനെ ഒരു ലൂബ്രിക്കൻറ്റുമായിട്ട് മിക്സ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ലൂബ്രിക്കേറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലോ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തമ്മിലുള്ള ഫ്രിക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മിക്സിംഗ് ഓർ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. സിംപ്ലി മെറ്റൽ പൗഡറിലേക്ക് ഒരു ലൂബ്രിക്കൻ്റ് ആഡ് ചെയ്യുന്നു, അത് തമ്മിൽ ബ്ലെൻഡ് ചെയ്യിക്കുന്നു. ആ ഒരു മെത്തേഡാണ് ബ്ലെൻഡിങ് ഓഫ് അല്ലെങ്കിൽ മിക്സിംഗ് ഓഫ് മെറ്റാലിക് പൗഡേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കോമ്പാക്റ്റിങ്ങിൽ ചെയ്യുന്നത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുള്ള മെറ്റൽ പൗഡറിന് ഒരു മൗൾഡ് ക്യാവിറ്റിക്കകത്തേക്ക് ഫില്ല് ചെയ്യുക. ദെൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അതിനെ കംപ്രസ് ചെയ്യിക്കുക അല്ലെങ്കിൽ കോമ്പാക്റ്റ് ചെയ്യിക്കുക.
ഇങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റിന് ഗ്രീൻ കോമ്പാക്റ്റ് എന്ന് പറയും. അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. ഇതിൽ ഫസ്റ്റ് ഫിഗറിൽ ഒരു ലോവർ പഞ്ച്, ഒരു അപ്പർ പഞ്ച്, ഒരു ഡൈ ക്യാവിറ്റി. ഈ ഡൈ ക്യാവിറ്റിക്ക് അകത്തേക്കാണ് പൗഡറിനെ ഫില്ല് ചെയ്യുന്നത്. ദെൻ ഒരു അപ്പർ പഞ്ച് ഉപയോഗിച്ചിട്ട് അത് കംപ്രസ് ചെയ്യിക്കുന്നു. കംപ്രസ് ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന് പറയുന്ന പേരാണ് ഗ്രീൻ കോമ്പാക്റ്റ്. ആ ഗ്രീൻ കോമ്പാക്റ്റ് ഫൈനലി പുറത്തേക്ക് എടുക്കും. ദെൻ അത് സിൻഡറിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് വഴി ഫൈനൽ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കോമ്പാക്റ്റിങ്ങിൽ ഇത്രയും പ്രോസസ്സാണ് നടക്കുന്നത്. ആദ്യം മോൾഡ് ക്യാവിറ്റിക്ക് അകത്തേക്ക് പൗഡർ ഫില്ല് ചെയ്യുക, അത് കോമ്പാക്റ്റ് ചെയ്യുക, ദെൻ അത് റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ വരയ്ക്കാൻ പഠിക്കണം. കോമ്പാക്റ്റിംഗ് പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരയ്ക്കാനുള്ള പിക്ചേഴ്സാണിത്. കോമ്പാക്റ്റിംഗ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആനിമേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് മോൾഡ് ക്യാവിറ്റിക്കകത്തേക്ക് ഫില്ല് ചെയ്യുന്നത്. ദെൻ അപ്പർ പഞ്ച് ഉപയോഗിച്ചിട്ട് അത് കംപ്രസ് ചെയ്യിക്കുന്നു. ദെൻ ലോവർ പഞ്ച് ഉപയോഗിച്ച് ആ ഗ്രീൻ കോമ്പാക്റ്റിനെ പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് കോമ്പാക്റ്റിംഗ് പ്രോസസ്സ് നോർമലി കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് സിൻഡറിങ്. സിൻഡറിങ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ഹീറ്റിംഗ് പ്രോസസ്സാണ്. അതിൽ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. സിൻഡറിങ് ഈസ് ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ഓഫ് കോമ്പാക്റ്റഡ് പ്രൊഡക്ട്സ് ഇൻ എ ഫർണസ് ടു ദി ബിലോ ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി മേജർ കൺസ്റ്റിറ്റ്യൂന്റ് അണ്ടർ എ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ. അതായത് ഈ ഗ്രീൻ കോമ്പാക്റ്റിലുള്ള പൗഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ താഴെ വരെ ചൂടാക്കുന്ന പ്രോസസ്സിനെയാണ് സിൻഡറിങ് എന്ന് പറയുക. അതൊരു ഫർണസിൽ വെച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. നമുക്ക് തൊട്ട് മുന്നത്തെ കോമ്പാക്റ്റിംഗ് പ്രോസസ്സ് വഴി കിട്ടിയിട്ടുള്ള ഗ്രീൻ കോമ്പാക്റ്റിന് ഒരു ഫർണസിനകത്ത് വെച്ച് ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റിൻ്റെ താഴെ വരെ ചൂടാക്കുന്ന പ്രോസസ്സിനെയാണ് സിൻഡറിങ് എന്ന് പറയുക. അതിൽ തന്നെ സിൻഡറിങ് ടെമ്പറേച്ചർ ആൻഡ് ടൈം വാരി വിത്ത് ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് മെറ്റൽ പൗഡർ, കംപ്രസീവ് ലോഡ് യൂസ്ഡ് ആൻഡ് സ്ട്രെങ്ത് റിക്വയർമെൻറ്റ്. ഈ 3 കാര്യങ്ങൾക്കനുസരിച്ച് സിൻഡറിങ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സിൻഡറിങ് ടൈം ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ എങ്ങനെയാണ് സിൻഡറിങ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ആദ്യം ഈ ഗ്രീൻ കോമ്പാക്റ്റിനെ ഒരു ഫർണസിനകത്ത് വെക്കുക, എന്നിട്ട് ഹീറ്റ് ചെയ്യുന്നതോടുകൂടി കുറച്ച് ടൈം അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ അതായത് ബിലോ മെൽറ്റിംഗ് പോയിന്റിൽ അതിനെ ആ ടെമ്പറേച്ചറിൽ കുറച്ച് നേരം ചൂടാക്കുമ്പോൾ അതിനകത്തുള്ള മെറ്റൽ പൗഡർ തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഫൈനൽ സ്ട്രെങ്തനിങ് പ്രോസസ്സ് അവിടെ നടക്കും. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സിൻഡേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫൈനലി കിട്ടുന്ന പ്രോസസ്സ്. ഇങ്ങനെ കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റിനെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡറി ഓപ്പറേഷൻ ചെയ്ത് വേണ്ട രൂപത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സെക്കൻഡറി ഓപ്പറേഷൻസ് അവിടെ ഒരു മാൻഡേറ്ററി അല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. സെക്കൻഡറി ഓപ്പറേഷൻസിൽ വരുന്നത് ഒന്ന് അനീലിംഗ്, മെഷീനിങ്, പോളിഷിംഗ്, റോളിംഗ്, ഫോർജിങ് ഓർ ഡ്രോയിങ്, അല്ലെങ്കിൽ സർഫസ് ട്രീറ്റ്മെൻറ്റ്. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അനീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്. മെഷീനിങ് പ്രോസസ്സിൽ ചിലപ്പോൾ ഗ്രൈൻഡിങ് വരാം, ടേണിങ്, ഡ്രില്ലിങ്, മില്ലിങ്, ഇതൊക്കെ മെഷീനിങ്ങിൽ വരാം. പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ സർഫസ് ഹൈ ആക്യുറസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹൈ ഫിനിഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പോളിഷിംഗ്. ദെൻ റോളിംഗ്, ഫോർജിങ് അല്ലെങ്കിൽ ഡ്രോയിങ്, അതൊക്കെ സെക്കൻഡറി പ്രോസസ്സിൽ വരുന്നതാണ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, സർഫസ് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ സെക്കൻഡറി ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ആദ്യം മുതൽ ആ സ്റ്റേജസ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ ഓഫ് മെറ്റാലിക് പൗഡേഴ്സ്, ദെൻ ബ്ലെൻഡിങ് ഓർ മിക്സിങ്, ദെൻ കോമ്പാക്റ്റിംഗ്, ദെൻ സിൻഡറിങ്, ദെൻ ലാസ്റ്റ് വൺ സെക്കൻഡറി ഓപ്പറേഷൻസ്. ഇതാണ് പൗഡർ മെറ്റലർജിയിൽ വരുന്ന 5 സ്റ്റേജസ്. ഓക്കെ, ലാസ്റ്റ് അതിൽ പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് അഡ്വാൻറ്റേജസും അപ്ലിക്കേഷൻസും. അതിൽ അഡ്വാൻറ്റേജിൽ വരുന്നത് ഫസ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് പൗഡർ മെറ്റലർജി ആർ ക്വയറ്റ് ആൻഡ് ക്ലീൻ. ദെൻ ദ ആർട്ടിക്കിൾസ് ഓഫ് എനി ഇൻട്രിക്കേറ്റ് ഓർ കോംപ്ലിക്കേറ്റഡ് ഷേപ്സ് ക്യാൻ ബി മാനുഫാക്ചേർഡ്. ഏത് തരത്തിലുള്ള ഷേപ്പ് വേണമെങ്കിലും, ഏത് കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡയമെൻഷണൽ ആക്യുറസി കൂടുതലായിരിക്കും, സർഫസ് ഫിനിഷ് കൂടുതലായിരിക്കും, ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ഹൈ ആയിരിക്കും. ദെൻ പോറസ് പാർട്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ദാറ്റ് കുഡ് നോട്ട് ബി മെയ്ഡ് ഇൻ എനി അതർ വേ.
മറ്റ് പ്രോസസ്സ് വഴി ചെയ്യാൻ പറ്റാത്ത പോറസ് പാർട്സ് വേണമെങ്കിൽ നമുക്ക് പൗഡർ മെറ്റലർജി വഴി ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർട്സ് വിത്ത് വൈഡ് വേരിയേഷൻസ് ഇൻ കോമ്പോസിഷൻസ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പൗഡർ വേണമെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പൗഡേഴ്സിനെ മിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു അലോയ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടങ്സ്റ്റൺ കാർബൈഡ് പോലുള്ള ടൂൾ മെറ്റീരിയൽ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ പൗഡർ മിക്സ് ചെയ്തിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ആ കോമ്പോസിഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേരി ചെയ്യിക്കാൻ പറ്റും. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. പിന്നെ ഹൈലി ക്വാളിഫൈഡ് ഓർ സ്കിൽഡ് ലേബർ ഈസ് നോട്ട് റിക്വയർഡ്. അത്രയ്ക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്കിൽഡ് ലേബേഴ്സിനെയും പൗഡർ മെറ്റലർജി ടെക്നിക്സ് ചെയ്യാൻ ആവശ്യമില്ല. ഓക്കെ, ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ദെൻ ലാസ്റ്റ് അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കട്ടിംഗ് ടൂൾസ് ആൻഡ് ഡൈസ്. കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് ഉണ്ടാക്കാനും ഡൈസ് ഉണ്ടാക്കാനുമാണ് മെയിനായിട്ട് പൗഡർ മെറ്റലർജി ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ മെഷീനറി പാർട്സ്, അതിൽ മെഷീൻ കമ്പോണൻസ്, ഗിയർ, അങ്ങനെയുള്ള കമ്പോണൻസ് ഒക്കെ വരും. ദെൻ ബിയറിങ്സ്, ബുഷസ്, അതുപോലെ തന്നെ മാഗ്നറ്റ്സ്, ഇലക്ട്രിക്കൽ പാർട്സ്. ഇത്രയാണ് അപ്ലിക്കേഷൻസ് ഓഫ് പൗഡർ മെറ്റലർജി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേജസ് പഠിച്ചു വെക്കുക. 5 സ്റ്റേജസ് ഓഫ് 5 സ്റ്റേജസ് ഓഫ് പൗഡർ മെറ്റലർജി. ദെൻ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ പൗഡേഴ്സ് ഉണ്ടാക്കുന്ന കുറച്ച് ടെക്നിക്സ്: അറ്റോമൈസേഷൻ, ക്രഷിങ്, മില്ലിങ്, റിഡക്ഷൻ, ഇലക്ട്രോലിറ്റിക് പ്രോസസ്സ്, അതേപോലെ തന്നെ കണ്ടൻസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിക്ചർ വരച്ച് തന്നെ പഠിക്കുക. ദെൻ കോമ്പാക്റ്റിംഗ് എന്താണ്, സിൻഡറിങ് എന്താണ്. ഓക്കെ, മെയിനായിട്ട് വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കോമ്പാക്റ്റിങ്ങും വിത്ത് ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ സിൻഡറിങ് എന്താണ്. ദെൻ സെക്കൻഡറി ഓപ്പറേഷൻ ജസ്റ്റ് പേര് മാത്രം ഓർത്തിരുന്നാൽ മതി, ഏതൊക്കെയാണ് സെക്കൻഡറി ഓപ്പറേഷൻസിൽ ചെയ്യുന്നതെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അഡ്വാൻറ്റേജസും അപ്ലിക്കേഷൻസ്. ഓക്കെ, ഇത്രയാണ് പൗഡർ മെറ്റലർജിയിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിൽ കൂടുതലായിട്ട് കാര്യങ്ങളുണ്ടായിരിക്കും. അത് വായിച്ച് നോക്കുക. ഈ തന്നിട്ടുള്ള സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.